ഇപ്പോൾ മറ്റൊരു വാർത്തയിലേക്കാണ് വരുന്നത്. ചൂട് കൂടുന്നത് പല സമൂഹങ്ങളെ പലതരത്തിലുള്ള ആളുകളെ ബാധിക്കുന്നുണ്ട്. അത് ഏറ്റവും രൂക്ഷമായ ബാധിക്കുന്ന ഒരു വിഭാഗമാണ് സംസ്ഥാനത്തെ ക്ഷീരകർഷകർ. ചൂട് കൂടിയതോടെ അസാധാരണ പ്രതിസന്ധിയിലാണവർ. സൂര്യാഘാതമേറ്റ് പശുക്കൾ ചത്തു വീഴുന്നതിന് പുറമെ പാലുൽപാദനവും ഗണ്യമായി കുറഞ്ഞു. കഴിഞ്ഞ 3 മാസത്തിനിടെ 497 കറവ പശുക്കൾ സൂര്യാഘാതമേറ്റ് ചത്തെന്ന് മൃഗസംരക്ഷണ വകുപ്പ് തന്നെ പറയുന്നു. ഉയർന്ന ചൂട് മനുഷ്യരെക്കാൾ മൃഗങ്ങളെയാണ് കൂടുതൽ ബാധിക്കുക. വേനൽക്കാലത്ത് പശുക്കൾക്ക് പ്രത്യേക പരിപാലനം നൽകേണ്ടി വരുന്നതിനാൽ പരിപാലന ചെലവും ഏറുന്നുണ്ട്. വേനൽക്കാലത്തെ നഷ്ടം പേറാൻ സർക്കാർ നൽകുന്ന നഷ്ടപരിഹാരം ലഭിക്കാനും ഏറെ കടമ്പകളുണ്ട്. എന്തായാലും നമുക്ക് ക്ഷീരകർഷകരുടെ വിഷയത്തിലേക്ക് തന്നെ വിശദമായി വരാം. MS അനീഷ് കുമാർ എനിക്ക് ഉള്ളത് കോഴിക്കോടാണ്. ക്ഷീരകർഷകർ കൂടുതലായുള്ള പേരാമ്പ്ര എന്ന സ്ഥലത്തെ സാഹചര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. അനീഷ് നമുക്കൊപ്പം ചേരുന്നു. അനീഷ് എവിടെയാണുള്ളത്? ഒപ്പം ഈ ക്ഷീരകർഷകരുടെ പ്രതിസന്ധി എങ്ങനെയാണ് ബാധിച്ചിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ, അതെങ്ങനെ വിശദമാക്കാം? സജിത്ത്, ഞാനിപ്പോൾ പേരാമ്പ്രയാണുള്ളത്. അവിടെ വാളൂർ ക്ഷീരോത്പാദക സഹകരണ സംഘം എന്ന സഹകരണ സംഘത്തിന്റെ അടുത്താണ് നമുക്കൊപ്പം നിൽക്കുന്നത്. ഈ സഹകരണ സംഘത്തിലെ പശു കർഷകരായ അല്ലെങ്കിൽ ക്ഷീര കർഷകരായ ആളുകൾ തന്നെയാണ്. നേരത്തെ സജിത്ത് പറഞ്ഞതുപോലെ സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനത്തെ ക്ഷീരമേഖല കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പാൽ നഷ്ടം എന്നതിനപ്പുറം ഈ പശുക്കൾ കൂട്ടത്തോടെ ചത്തുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച. ഒരു കുടുംബത്തിൽ തന്നെ അല്ലെങ്കിൽ ഒരു കർഷകൻ വളർത്തിയ പശുക്കളിൽ തന്നെ 4ഉം 5ഉം എണ്ണമൊക്കെ ഒരാഴ്ചയുടെ ഇടവേളയിൽ മരിക്കുന്നു. ഒപ്പം മറ്റു പലരുടെയും പശുക്കൾ ഈ എണീക്കാനാവാത്ത വിധം നിലത്തേക്ക് വീണു പോകുന്നു. ഇങ്ങനെ വലിയ പ്രശ്നങ്ങൾ നേരിടുന്നു. ഈ ഒരു സഹകരണ സംഘത്തിൽ മാത്രം ദിനംപ്രതി 800 ലിറ്ററിലധികം പാലാണ് ഒരു ഘട്ടത്തിൽ അളന്നുകൊണ്ടിരുന്നത്. ചൂട് കനത്തോടുകൂടി കേവലം 200 ലിറ്ററായി ഈ പാലളക്കൽ കുറഞ്ഞിരിക്കുന്നു. ഒപ്പം ഈ സൊസൈറ്റിക്ക് കീഴിൽ തന്നെയുള്ള പശുക്കളുടെ എണ്ണവും പ്രതിദിനം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഇതൊരു കേവലം ഒരു സൊസൈറ്റി മാത്രമാണ്. ഇത്തരത്തിൽ കോഴിക്കോട് ജില്ലയിൽ മാത്രം എത്ര സൊസൈറ്റികളുണ്ട് എന്ന് നമുക്കറിയാം. സംസ്ഥാനത്തൊട്ടാകെ എത്രയുണ്ടെന്നറിയാം. അതായത് സർക്കാരിന്റെ പുറത്തു വരുന്ന കണക്കുകൾക്കപ്പുറം ഭീതിജനകമായൊരു സാഹചര്യം തന്നെയാണ് സംസ്ഥാനത്ത് നിലവിലുള്ളത്. നമുക്ക് എന്തായാലും ഈ കർഷകരോട് തന്നെ ചോദിക്കാം. എന്നോടൊപ്പം ഉള്ളത് അദ്ദേഹത്തിന്റെ 5 പശുക്കൾ ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നഷ്ടപ്പെട്ട ഒരു ക്ഷീര കർഷകനാണ് ഷിജിത്ത്, പേരാമ്പ്രയിലെ. അദ്ദേഹത്തിന്റെ അനുഭവം തന്നെ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. എന്താണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംഭവിച്ചത്? എൻ്റെ പശു നല്ല ചൂട് കൊണ്ട് 5 പശുക്കളും കുഴഞ്ഞു വീഴുന്നൊരവസ്ഥ വന്നു. പിന്നീട് തീരെ എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ പശു പുല്ലു തീറ്റയൊന്നും എടുക്കാതെ ചത്തുപോവുകയാണ് ചെയ്തത്. എന്നിട്ട് നിങ്ങൾ തന്നെ JCB ഒക്കെ ഉപയോഗിച്ചു അല്ലേ? അങ്ങനെ നമ്മള് അതിപ്പോ ഒരു 5 പശുവൊക്കെ ചത്തു കഴിഞ്ഞാൽ അതിനെ അടക്കാൻ തന്നെ നല്ല സാമ്പത്തിക ചെലവുണ്ടല്ലോ. പൊതുവേ നമ്മളെ ക്ഷീരകർഷകർ പൊതുവേ പ്രതിസന്ധിയിലാണ്. ഒരു ലിറ്റർ പാൽ ഉൽപാദനത്തിന് തന്നെ 48 രൂപ ചെലവ് വരുന്ന സാഹചര്യത്തിൽ നമുക്ക് കിട്ടുന്നത് 40 രൂപയാണ് മിൽമയിൽ നിന്ന്, സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്നത്. അങ്ങനെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയത്താണ് ഇതുപോലുള്ള ഈ കാലാവസ്ഥാ പ്രശ്നം കൊണ്ട്, ഈ ചൂടിന്റെ പ്രശ്നം കൊണ്ട് പശുക്കളെല്ലാം ചാവുന്നത്. അപ്പോൾ നമ്മളെ ഈ സൊസൈറ്റിയിൽ തന്നെ എത്രയോ പശുക്കൾ ഇതേപോലെ തന്നെ, എനിക്ക് 5 പശു പോയത് പുറമെ മറ്റുള്ള ഓരോരുത്തരും പറയും അവർക്കൊക്കെ ഇങ്ങനെ പശു ചൂടുകൊണ്ട് ചത്തുപോയതാണ്. ഇന്നിപ്പം സർക്കാരിൽ നിന്ന് അനുഭവിച്ച നമ്മളതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്താൽ നമുക്ക് ആകെ കിട്ടുന്നത് ഒരു പശുവിന് 16,500 നമുക്ക് കിട്ടുന്നത്. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പശു ഫോട്ടോ ഇതെല്ലാം എടുത്ത് കൊടുക്കണം. പക്ഷെ ഇതിപ്പോൾ ഇതിലുള്ള പല കർഷകരും പശു ചത്തു കഴിഞ്ഞാൽ അന്നേരം തന്നെ മറവ് ചെയ്യുകയാണ് ചെയ്തത്. ഇതൊന്നും പോസ്റ്റ്മോർട്ടം എടുക്കാനോ അതിനൊന്നും അവർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ആനുകൂല്യങ്ങളെല്ലാം അവർക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. ഞാൻ 5 പശുവിനെ ചത്തിട്ടുണ്ടെങ്കിലും 2 എണ്ണമാണ് ഞാൻ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുള്ളൂ. പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിൻ്റെ രേഖാമൂലം ചെയ്തിട്ടുള്ളൂ. ബാക്കി 3 എണ്ണം അല്ലാതെ അടക്കം ചെയ്തതാണ്. അപ്പോൾ എനിക്ക് ഫലത്തിലിപ്പം സർക്കാരിൽ നിന്ന് ഈ 2 പശുവിന് 16 കിട്ടുകയാണെങ്കിൽ തന്നെ 16,500 വെച്ച് 2 പശുവിന് മാത്രമേ കിട്ടൂ. കഴിച്ച് 3 പശുവിന് എനിക്ക് നഷ്ടം തന്നെയാണ്. അപ്പോൾ ഇതുപോലെയാണ് കർഷകർ വലിയ പ്രതിസന്ധിയിലാണ്. അപ്പോൾ ഈ ക്ഷീര കർഷകരെ സഹായിക്കാനുള്ള എന്തെങ്കിലും ഒരു പദ്ധതി ശരിക്കും സർക്കാർ ഒന്നുകൂടിയും കൊണ്ടുവരണം. ഈ 16,500 എന്നുള്ള സർക്കാർ പ്രഖ്യാപിച്ച ക്ഷീര മേഖല പ്രഖ്യാപിച്ച് അത് കുറച്ചും കൂടിയും കൂട്ടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എത്ര ലിറ്റർ പാല് കിട്ടിയിരുന്ന പശുക്കളാണ്? ഞാൻ പശുവിന്റെ ഫാം തുടങ്ങിയിട്ട് 10 വർഷത്തോളമായി. അപ്പം ഏതാണ്ട് 100 ലിറ്റർ പാലോളം ഞാൻ ഈ സൊസൈറ്റിയിൽ അളക്കുന്നത്. അവിടെ ഏറ്റവും കൂടുതൽ പാൽ അളക്കുന്നത് ഞാനായിരുന്നു. അപ്പോൾ ഈ പ്രതിസന്ധി കൂടെ അതിജീവിച്ച് പോകുന്ന സമയത്താണ് ഇപ്പം 10 പശുവിൽ നിന്ന് നമ്മൾ ഈ പ്രതിസന്ധിയിൽ അതിജീവിക്കാൻ കഴിയാതെ നമ്മൾ 10 പശുവിൽ നിന്ന് എണ്ണം കുറയുകയും അത് 5ലേക്ക് എത്തുകയും
ആ 5-ൽ നിന്ന് ഈ ഒരു പ്രതിസന്ധി വന്നതോടുകൂടി മൊത്തം എൻ്റെ ഷെഡ് കാലിയായ ഒരവസ്ഥയാണ്. ഇതിപ്പം വലിയ പരിപാലന ചെലവും ഉണ്ടായിരുന്നല്ലേ? ചൂട് കൂടിയ ശേഷം ഈ വെള്ളം കൊടുക്കണം, തീറ്റ കൊടുക്കണം, പുല്ലും അതെല്ലാം നമ്മൾ അതിൻ്റെ വേണ്ട പോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓട്ടോമാറ്റിക് സംവിധാനമാണ്, നമ്മൾ ഹൈടെക് രീതിയിലുള്ള ഷെഡാണ്. ആ ഷെഡിൽ ഓട്ടോമാറ്റിക് വെള്ളം കൊടുക്കുന്നതാണ്. അതിനൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ മെയിൻ നമ്മളെ വില്ലൻ നമ്മളെ ചൂട് തന്നെയാണ്. അപ്പോൾ ഈ ചൂടിന് എന്തൊക്കെ ഒരു പ്രത്യേക പാക്കേജ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കൊണ്ടുവരുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു 16,500 കൊണ്ടും ഒരു പശുവിൻ്റെ ഒരു ക്ഷീര കർഷകൻ്റെ നഷ്ടം പരിഹരിക്കാൻ പറ്റാത്തതാണ്. അത് അതിന് ആ പശുവിനെ അടക്കം ചെയ്യാൻ തന്നെ ആ പൈസ വന്നിട്ടുണ്ടാവും. പിന്നെ നിർഭാഗ്യവശാൽ എൻ്റെ 5 പശുവിനെ ഞാൻ ഇൻഷൂർ ചെയ്യാൻ 1 മാസം പിന്നെ വൈകിപ്പോയി. അതുകൊണ്ട് തന്നെ എനിക്ക് ഇൻഷുറൻസ് വകയിലൊന്നും കിട്ടൂല. അപ്പോൾ ആകെ ഞാനിപ്പോൾ 2 അപേക്ഷയാണ് കൊടുത്തത്. 2 പശുവിൻ്റെ അപേക്ഷയാണ് സർക്കാരിൽ ഇതിൻ്റെ അപേക്ഷാ ഫോം കൊടുത്തത്. അത് 16,500 കിട്ടുകയാണെങ്കിൽ 16,500 വെച്ചിട്ടാണ് കിട്ടുക. അതുകൊണ്ടൊന്നും നമുക്ക് ഈ ക്ഷീര കർഷകരെ സഹായിക്കാൻ പറ്റിയൊരു എമൗണ്ട് അല്ല അത്. അദ്ദേഹത്തിന്റെ പശുക്കൾ മുഴുവൻ ചത്ത് തൊഴുത്ത് കാലിയായ കഥ, ജീവിതം മാർഗം തന്നെ നിലച്ച കഥ പറയുമ്പോൾ ഇപ്പോൾ ശ്രീധരക്കുറുപ്പ് എന്ന കർഷകനുണ്ട്. അദ്ദേഹത്തിന്റെ പശു കഴിഞ്ഞ ദിവസം വീണുപോയി അല്ലേ? ഈ നല്ല കറവയുണ്ടായിരുന്ന പശുവാണ്. എന്താണ് സംഭവിച്ചത്? പശു എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ 20 ലിറ്റർ പാല് ഞാൻ മൊത്തം കറക്കുന്ന 3 പ്രാവശ്യം കറക്കും. അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം പൈ കിടന്നിടത്ത് എണീക്കുന്നില്ല. അന്നേരം ഡോക്ടറെ കൊണ്ടുവന്നു. ഡോക്ടർ പറഞ്ഞ് ഇങ്ങനെ കാലാവസ്ഥേൻ്റെതാണ്, അതുകൊണ്ട് ബേജാറാകണ്ട, ഇവിടെ അടുത്തെല്ലാം പശുവിനെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞ് ഇപ്പോൾ പശുവിൻ്റെ കാര്യം പോക്കാന്ന്, പൊന്തുന്നില്ല. അതാണ്, എഴുന്നേക്കുന്നേ ഇല്ല പശു. ഈ വെള്ളം കിട്ടാത്ത തന്നെയാണ് പ്രശ്നം എന്നാണ് പറയുന്നത്. നിർജ്ജലീകരണം വരുന്നതാണ് അല്ലേ? ആ, ഡോക്ടർ പറഞ്ഞു കാലാവസ്ഥേൻ്റെതാന്നാ ഡോക്ടർ പറയുന്നത്. ആ, പരിപാലന ചെലവ് അല്ലാതെ പരിപാലന ചെലവൊക്കെ ഭയങ്കര, ദിവസം 500 റുപ്യ മാക്സിമം പശുവിന് ചെലവാക്കുന്നതാണ്. ഇപ്പം അങ്ങനെ ലാഭം നോക്കിയിട്ടൊന്നുമല്ല, പശു നിലനിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുള്ള ചെലവാക്കല. ഇപ്പൊ ഇൻഷുറൻസ് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല? ഇൻഷൂർ ചെയ്തില്ല. ചെയ്യാൻ നോക്കുമ്പോഴേക്കാണ് പശു ഇൻഷൂർ ചെയ്യാൻ വിളിച്ചത്. അന്നാണ് പശു വീണത്. ഡോക്ടർ വന്നേ അന്ന്. ഇൻഷുറൻസിന്റെ ചെലവും കൂടുതലല്ലേ? അതിനും വലിയൊരു പൈസ അടയ്ക്കണം. 4-5,000 റുപ്യ അടച്ചാലും ചിലപ്പോൾ 10,000-20,000 കിട്ടുമായിരിക്കില്ല. അതുകൊണ്ട് അത്ര ചെയ്തിട്ടില്ല. ചേട്ടാ, എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ജീവിതം ഇപ്പോൾ? ജീവിതം പറഞ്ഞാൽ ഞാൻ 10-30 കൊല്ലത്തായി പശുവായിട്ട് കളിക്കുന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു മാർഗവുമില്ല, ജീവിക്കാനുള്ള ഒരു മാർഗവുമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലപ്പോൾ ഉള്ളത്. 2-3 പശുക്കൾ ആദ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒഴിവാക്കിയപ്പോൾ 2 പശുക്കളിൽ തന്നെ ഇപ്പോൾ പാലിന്റെ വില എന്ന് വെച്ചാൽ വളരെ കുറവായിട്ടാണ് കിട്ടുന്നത്. 40-42 റുപ്യൊക്കെ ആക്കിയിട്ട് തീറ്റക്കാണ്ടെങ്കിൽ ഭയങ്കര പൈസയും ദിവസം പ്രതി കയറുകയാണ്. കൊണ്ട് ഒരു വിധേന വെക്കാത്ത ഒരു അവസ്ഥയിലുള്ളത്. 2 മെനക്കെട്ടാലും ഒരു 250 റുപ്യ വൈകുന്നേരം ഒഴിഞ്ഞു കിട്ടാത്ത ഒരു അവസ്ഥയിലെപ്പെടുന്നത്. ഇപ്പൊ ഈ ചൂടൂടെ കൂടിയതുകൊണ്ട് ഒരു കൂടെ വെച്ചാല് ഭയങ്കര പ്രശ്നമാണ്. ചൂടുകൂടി കൊണ്ട് പിന്നെ ചെലവും കൂടുതലാണ്. തന്നെയല്ല ഈ ഡോക്ടറെടുത്ത് മെനക്കേറിന് ഡോക്ടറെടുത്ത് പോക്കാന്ന്, ആലേ കയറാനാകുന്നില്ല, വായിന്ന് മൂക്കുന്നു മേനെ വലിച്ചിട്ട് വലിയ പ്രശ്നത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പശു ഒരു 30 ലിറ്റർ പാല് തരുന്ന പശു ആണെങ്കിൽ ഒരു 100-150 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം കുടിക്കാൻ കൊടുക്കണമായിരിക്കും അല്ലേ? ഒപ്പം അന്തരീക്ഷത്തിൽ ഈ ഈർപ്പം കുറച്ച് വേണം, അങ്ങനെയാണല്ലേ? പൊതുവിൽ നമ്മളെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ വീട്ടിൽ തന്നെ വെള്ളം ഉണ്ടെങ്കിൽ പോരാ. അന്തരീക്ഷത്തിന്റെ കാലാവസ്ഥന്റെ മാറ്റം വരുമ്പോൾ കൂടുതലും ബാധിക്കും ചോറുള്ള പശുക്കൾക്കുള്ള. എൻ്റെ വീട്ടിൽ നിന്ന് പശു വെള്ളമില്ലായിട്ടൊന്നും ചത്തുപോയതല്ല. നല്ല ഓല മേഞ്ഞ ഷെഡാണ്, തകിടൊന്നല്ല. അപ്പം ചൂടൊക്കെ ഒരു പരിധി വരെ എടുക്കാൻ പറ്റിയ സംഭവമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അനുഭവപ്പെട്ട എന്താണെന്ന് വെച്ചാൽ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ലാസ്റ്റ് ഭക്ഷണം തീറ്റയും പുല്ലും കൊടുത്ത് ഇനി അന്നത്തെ ഭക്ഷണം പച്ചവെള്ളമുള്ളൂ, അത് കൊടുക്കാൻ നേരത്തെ ഇത് മറിഞ്ഞിട്ട് പിന്നെ 8 മാസം ഗർഭിണിയാണ്. നല്ല ഒരു ഇനം കണ്ണൂട്ടിയായിരുന്നു. ഞാൻ അതിനെ മോഹിച്ച് അങ്ങനെ വളർത്തിയായിരുന്നു. ഞാൻ അതിൻ്റെ മുന്നേ ഇവിടെ ഈ സ്ഥാപനം ഇവിടെ തുടങ്ങിയ കാലം മുതലേ പാലളക്കുന്ന ഒരു ആളാണ്. ഇങ്ങനെയാണ് എൻ്റെ പശുവിന് വന്ന് വെട്ടത്. പക്ഷേ ഇവിടെ ഇൻഷൂർ ചെയ്യാത്തതിൻ്റെ ഒരു പ്രധാന കാരണം ഭാരിച്ച സംഖ്യയാണ്. ഇപ്പോൾ 5,000 റുപ്യാണ് ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു ഇൻഷൂർ ചെയ്യാൻ സർക്കാരിൻ്റെ അല്ല ഇതിൻ്റെ ഈ പദ്ധതിയിൽ കാണിക്കുന്നത്. 5,000 രൂപ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ടൊരു സാധാരണ കർഷകന് ഇത് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്നിരുന്നാലും അവസാന നിമിഷത്തിൽ 1 മാസം കൂടി ഉണ്ടല്ലോ, ആ സമയത്ത് ചെയ്യാന്നെല്ലാം കാലം വന്നത്. ഞങ്ങളെ പ്രദേശത്ത് ആദ്യമായിട്ടാണ് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഒന്നിച്ച് ആകുക. അങ്ങനെയൊന്നും ഇല്ലാത്തൊരു ഒരു മേഖലയായിരുന്നു. കാരണം പശുക്കൾക്ക് പറ്റിയ സ്ഥലമാണ്. കനാലിലെ വെള്ളമായിട്ട് 4 ഭാഗത്തൂടെയും പച്ചപ്പുല്ല് ഇതെല്ലാം കിട്ടുന്നൊരവസ്ഥ ഇവിടെ ഉണ്ട്. പക്ഷേ ഇവിടെ വന്നു പെട്ടത് അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇവിടെ കാലാവസ്ഥയ്ക്ക് മാറ്റം വന്നു. കൊടും ചൂടായി. ചൂട് സഹിക്കാൻ പറ്റും. മനുഷ്യന് ഒരു 10-12 മണിയാകുമ്പോൾ വെളിച്ചത്ത് തീർന്നിടാത്തൊരു സ്ഥിതിയായി. അപ്പോൾ അത് കൂടുതൽ ഇതിങ്ങൾക്ക് നാൽക്കാലിക്ക് പ്രത്യേകിച്ച് ഈ പശുക്കൾക്കൊക്കെ കൂടുതൽ ചൂട് താങ്ങാൻ പറ്റില്ല. അത് പല നാടൻ പണ്ടത്തെ ഇനം പശുക്കളൊന്നും അല്ലല്ലോ, പുതിയ ഇനം പശുക്കൾക്ക് കൂടുതൽ ചൂട് താങ്ങാൻ പറ്റാത്തൊരു സ്ഥിതി ഇപ്പം
അനുഭവത്തിലും വന്ന് കേട്ടുകേൾവിയുണ്ട്. അതായിരിക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഒരു കറണ്ട് പോകുമ്പോൾ പെട്ടെന്ന് അങ്ങ് താഴെ വീഴും. പെട്ടെന്ന് വീണ് അങ്ങ് 10-30 ആളുണ്ടെന്ന്. അന്ന് അവിടെ ഒരു പിന്നെ തിരഞ്ഞെടുപ്പ് കാലഘട്ടമായതുകൊണ്ട് യോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള അതുപോലെ നടുക്കായത് വീണത്. വീണ ആൾ എല്ലാവരും എത്തി. എനിക്കൊന്നും ചെയ്യാനോ എന്തൊരു അഭിപ്രായം പറയാനോ ഒന്നും സാധിച്ചില്ല. എനിക്കിതുപോയ സങ്കടം മാത്രമേ ഉള്ളൂ. എൻ്റെ ജീവൻ പോയൊരു നഷ്ടം പിന്നെ ജീവിതത്തിനും ബാധിക്കുമല്ലോ, ഒരു ആകെയുള്ളൊരു ഇത് പോകുമ്പോൾ എന്നുള്ളത് മാത്രമേ അന്നേരം തോന്നിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ എന്തായി, ഔദ്യോഗികമായിട്ട് സർക്കാരിൻ്റെ മുന്നിൽ നിർത്താനുള്ളൊരു രേഖയൊന്നും നമ്മളെ കയ്യില്ല. ഇൻഷൂറില്ല, ഓട്ടങ്ങളില്ല, ഒന്നുമില്ല. 10-30 ആളെ നടുക്കിയത് വീണ് ഓര് തന്നെ അന്നേരം തന്നെ എന്ത് ചെയ്ത് ഡോക്ടറെ കുറിച്ചിട്ട് രക്ഷപ്പെടില്ലല്ലോ. ഇവിടെ പാലളക്കുന്ന തെളിവുണ്ട്. പാലിവിടെ കൊടുക്കുന്ന തെളിവുണ്ട് കൃത്യമായിട്ട്. അതൊക്കെ ഉണ്ട്. പാലളക്കുന്ന എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് പെൻഷനുണ്ട്, ഒക്കെ ഉണ്ട്. അതൊക്കെ തെളിവുകൾ ഇവിടെ ഇപ്പം എൻ്റെ കണക്ക് ഇപ്പം കഴിഞ്ഞ മാസത്തിലാണ് കണക്ക് കൂട്ടിയ, കഴിഞ്ഞ പ്രാവശ്യം കണക്ക് ഇതാക്കിയപ്പോൾ. ഇപ്പൊ കുറെ വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഈ പശുക്കളെ വളർത്തൽ അല്ലെ, ഇത്ര വലിയൊരു പ്രതിസന്ധി 25 കൊല്ലത്തോളമായി പയ്യനെ നോക്കുന്നത്. 2-3 പയ്യ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഒഴിവാക്കിയപ്പോൾ ഒരു പയ്യൊരു കുട്ടിയാണ്. എനിക്ക് ചൂടുകൊണ്ട് ഒരു കുട്ടനും ചത്തുപോയി. 1.5 വയസ്സാണ്. പെട്ടെന്ന് ചത്തതാ. അതാണ് ക്ഷീരകർഷകരുടെ പ്രതിസന്ധി അനീഷ് പങ്കുവെക്കുന്നത്. പേരാമ്പ്രയിലെ ഒരു ക്ഷീരസംഘത്തിന് മുന്നിൽ നിന്നാണ്. ഈ വലിയ തോതിൽ പശുക്കളെ വളർത്തുന്നവരെല്ലാം അസാധാരണ പ്രതിസന്ധിയാണ്. സമാനമായ പ്രതിസന്ധി നേരിട്ട പേരാമ്പ്രയിലെ ഒരു കർഷകനുണ്ട്. അദ്ദേഹം ഒരു ഫാം ഉണ്ടായിരുന്നു. ആ ഫാം തന്നെ അതിൻ്റെ നിലനിൽപ്പ് തന്നെ മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിലുള്ള കടുത്ത പ്രതിസന്ധിയിലേക്കാണ് പോയിരിക്കുന്നത്. അനീഷിന്റെ റിപ്പോർട്ട് ഒന്ന് കാണാം. സംസ്ഥാനത്തിന്റെ സമസ്ത മേഖലകളെയും തകർത്ത് തരിപ്പണമാക്കി ഉഷ്ണതരംഗം മുന്നോട്ടു പോകുമ്പോൾ കന്നുകാലി മേഖലയാണ് ഇത് ഏറ്റവും അധികം ബാധിച്ച ഒരു പ്രധാന മേഖലയായി മാറിയിരിക്കുന്നത്. ഇതിനകം തന്നെ 500-ലധികം പശുക്കൾ ചത്തതായാണ് സർക്കാരിന്റെ ഔദ്യോഗിക കണക്കെങ്കിൽ ഈ കണക്കുകളേക്കാൾ എത്രയോ വലുതാണ് കർഷകർക്ക് നേരിടേണ്ടി വന്നിരിക്കുന്ന നഷ്ടമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പലയിടങ്ങളിലും നിന്ന നിൽപ്പിൽ തന്നെ പശുക്കൾ വീണുപോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. സർക്കാരിന്റെ കണക്കുകളിൽ പെടാത്ത അല്ലെങ്കിൽ ഔദ്യോഗിക സംവിധാനങ്ങളിലേക്ക് പോകാത്ത നിരവധി കർഷകരാണുള്ളത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പേരാമ്പ്രയിലെ ഒരു പശു കർഷകന്റെ വീട്ടിലാണ്. നമുക്ക് മുന്നിൽ കാണുന്ന ഈ പശു നല്ല ആരോഗ്യമുള്ള, ഏറെ പാൽ ചുരുത്തുന്ന ഒരു പശുവായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസമാണ് പെട്ടെന്ന് ഈ പശു വീണുപോയത്. അതിനുശേഷം ആ പശു എഴുന്നേറ്റിട്ടില്ല. എന്തായാലും നിലവിൽ വെള്ളവും കുടിയുമൊക്കെ എടുക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ പോലും ഉയർത്താനായി കഴിയാത്ത ഒരു സാഹചര്യം, പൂർണ്ണമായും അതിൽ നിന്ന് പാൽ കറന്നെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. ഈ കർഷകന്റെ വീടിന്, ശ്രീധരൻ ഈ കർഷകന്റെ വീടിന്റെ അടുത്ത് തന്നെയുള്ള മറ്റൊരു കർഷകന് 5 പശുക്കളെയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നഷ്ടപ്പെട്ടത്. വളരെ ഓമനിച്ച് വളർത്തിയ പശുക്കളെ JCB ഉപയോഗിച്ച് സ്വന്തം കൃഷിയിടത്തിൽ തന്നെ അടക്കേണ്ടി വരുന്ന ഒരു ദയനീയമായ അവസ്ഥയിലേക്കാണ് കർഷകർ നീങ്ങുന്നത്. എന്തായാലും നമുക്ക് ഒപ്പം ഈ കർഷകർ തന്നെയുണ്ട്, നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. വളരെ കാര്യമായി വളർത്തിക്കൊണ്ടുവന്ന പശുവാണ് അല്ലെ, എന്താണ് പശുവിന് ഇപ്പോൾ പറ്റിയിരിക്കുന്നത്? പശു പെട്ടെന്ന് തളർന്നു, ഊര പൊന്തുന്നില്ല, ഊരക്കാണ് പ്രശ്നം. കിടന്നിടത്ത് എണീക്കാൻ പറ്റുന്നില്ല, അതാണ് മെയിൻ. എന്ന് ഡോക്ടറെ കൊണ്ടുവന്ന് കാണിച്ച് ഇഞ്ചക്ഷനിൽ അടിച്ചതാണ്. ചൂടിന്റെ പ്രശ്നമാണെന്നാ പറഞ്ഞ ഡോക്ടർ. പിന്നെ ഭക്ഷണത്തിന്റെ കുറവ് ഉണ്ട്, അതുകൊണ്ട് നല്ലോണം ഭക്ഷണം ഇനി ഞാൻ കുറയ്ക്കലില്ല. നല്ലോണം പച്ചപ്പുല്ലും ഉണക്കപ്പുല്ലും കാലിത്തീറ്റയെല്ലാം കൊടുക്കുന്ന. ഇങ്ങനെ കൊടുത്തിട്ട് പോലും പറ്റുന്നില്ല. അതാണ്. അപ്പോൾ മറ്റുള്ള ഇടങ്ങളിലൊക്കെ വലിയ അവസ്ഥ കഷ്ടമായിരിക്കും, വലിയ പ്രശ്നം. ഇതെങ്ങനെ ചൂട് വല്ലാതെ കൂടുമ്പം പശുക്കൾക്ക് കതപ്പ്, വായിന്ന് കതപ്പും ഒരു നൊരയും വരിക, കിടന്നിരുന്ന് എണീക്കുന്നില്ല, അതാ പ്രശ്നം. എത്ര ലിറ്റർ പാല് തന്നിരുന്നു? ഇനി 20 ലിറ്ററിന്റെ മേലെ കറക്കുന്ന പശു. രാവിലെ ഞാൻ 11-12 ഒക്കെ കറക്കും, പിന്നെ 8-9 മണിക്ക് പിന്നും കറക്കും. ഞാൻ ഒരു 2-3-4 ലിറ്റർ, പിന്നെ ഉച്ചയ്ക്ക് ഒരു 3 മണിക്ക് പിന്നും കറക്കും. ഇവിടെ ഈ പലർക്കും ഇതുപോലൊക്കെ തന്നെയാണോ? ഒരുപാട് പശുക്കൾ ചത്ത് ഇവിടെ അടുത്ത് ഇങ്ങനെ വീട്ടുകാർക്കുണ്ട്, പിന്നെ വേറൊരാളൊരു പശു ചത്തിട്ടുണ്ട്, അങ്ങനെയൊക്കെയാണ്. മറ്റേ ആ വീട്ടിൽ 5 പശു? 5 പശു, 5 അല്ല 7 പശു ചറ്റുണ്ടായിന് അവിടെ. 2 ചത്ത്, 2 ദയനീയ അവസ്ഥയിലാണ്. അങ്ങനെയാണ്. എന്നിട്ട് അതിനെ നിങ്ങൾ തന്നെ കുഴിച്ചിടും എല്ലാവരും? അതിനെ ഞങ്ങൾ തന്നെ നാട്ടുകാരെല്ലാവരും വിളിച്ച് JCB വിളിച്ച് കുഴിച്ചിടിച്ച. ഇതിനിപ്പോ എന്തൊക്കെ ചെയ്തു? ഇതിപ്പോ ഉയർത്താനൊക്കെ ഉള്ള ശ്രമം നിങ്ങൾ നടത്തി? ഉയർത്താനുള്ള ശ്രമം ഇന്നലെ നടത്തി നോക്കി. അപ്പം ഡോക്ടറെ വിളിച്ചായിരുന്നു ഞാൻ വരട്ടെ, എന്നിട്ട് നിങ്ങൾ ഒന്നും കൂടി നമുക്ക് നോക്കാം, നിൽക്കെങ്കിൽ നമ്മൾ നിപ്പിക്കാന്ന് എന്നാ പറഞ്ഞു. ഇതിപ്പോ സാധാരണഗതിയിൽ ഒരു 10-100 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം വേണം. ഒരു 75-80 ലിറ്റർ വെള്ളമെങ്കിലും പശുവിന് തന്നെ വേണം മിനിമം, അല്ലെ? അതിപ്പോ 20 ലിറ്റർ പാല് തരുമ്പോൾ ഒരു 100 ലിറ്റർ വെള്ളമെങ്കിലും ചുരുക്കം കൊടുക്കാതെ രക്ഷയില്ല. ഇല്ല. ഈ പുല്ല് കിട്ടുന്നതൊക്കെ ഒത്തിരി കുറഞ്ഞോ? പുല്ല് വയലിൽ നിന്ന് 2 ആൾ അരിഞ്ഞ് തരുത്താന്ന്, അതുകൊണ്ടുവന്ന് കൊടുക്കും. പിന്നെ ഉണക്ക പുല്ല് കൊടുക്കും.
പക്ഷെ എന്നാൽ ഈ അന്തരീക്ഷത്തിലെ ഈ ചൂട് ഇത് അതാണ് അന്തരീക്ഷത്തിന്റെ ചൂടാണ് എല്ലാം പറ്റിക്കുന്നത്. ഇതിപ്പം സ്വന്തം വീട്ടിൽ അവിടുന്ന് മാറ്റി ഇങ്ങോട്ട് മാറ്റി ഇട്ടതാണ്. അത് വെള്ളത്തിന്റെ പ്രശ്നം കൊണ്ടാണ്. എന്റെ വീട്ടിൽ വെള്ളത്തിന് ക്ഷാമമുള്ളതുകൊണ്ട് അടുത്ത വീട്ടിലേക്ക് ആക്കിയതാ. ഇതിപ്പോ ഈ ആളുകൾക്ക് ഈ പശുക്കള് വലിയ നഷ്ടമാണല്ലോ ഈ ചത്തുപോയി. വലിയ നഷ്ടം. ഇത് എന്ന് പറഞ്ഞാൽ 1,00,000 രൂപ വരെ വില വരുന്ന ഒരു പശുവാ. ഇത് കൊടുക്കുകയാണെങ്കിൽ 1,00,000 വിലയുള്ള 1,00,000 വരെ കിട്ടും. ഇനിയിപ്പോ എന്തെങ്കിലും പറ്റിയാലും സർക്കാരിൽ നിന്ന് കിട്ടിയ അതിന്റെ പകുതി പോലും കിട്ടത്തില്ല. സർക്കാരിന് അത്രയൊന്നും കിട്ടൂല. നമ്മൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ വാങ്ങാന്നല്ലാണ്ട് ഒറ്റൊന്നുമില്ല. പക്ഷെ എന്നാലും ഇങ്ങനെ വളർത്തി ഇത്രയും സംരക്ഷിച്ചു വരുന്നത് അല്ലെ, അതാണ് വിഷമം വരുന്നത്. എന്തായാലും ഈ സർക്കാർ നഷ്ടപരിഹാരമൊക്കെ നൽകുമെന്ന് പറയുമ്പോഴും ഈ 30, 40, 50 ലിറ്റർ പശു പാലൊക്കെ തരുന്ന പശുക്കളാണ് പലപ്പോഴും നിന്ന നിൽപ്പിൽ തന്നെ താഴേക്ക് വീഴുകയും പിന്നീട് എണീക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്നത്. നിരവധി ചികിത്സകൾ പലയിടങ്ങളിലും കർഷകർ നൽകുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും പറ്റാതെ വരുന്നു. കാരണം അങ്ങേയറ്റം ചൂട് ഈ ജന്തുക്കളുടെ ശരീരത്തെ ദോഷകരമായി തന്നെ ബാധിക്കുന്നു. ഇപ്പോൾ തന്നെ നമുക്കറിയാം, രാവിലെ ആണെങ്കിൽ പോലും ആ പശുവിന്റെ ചൂടിൽ അതിന്റെ കിതപ്പ് മുന്നോട്ട് വരുന്നത് കാണാം. ഈ കർഷകൻ കാര്യമായി തന്നെ ഈ പശുവിനെ പരിചരിക്കുന്നുണ്ട്. ഇപ്പോഴും വെള്ളവും ഭക്ഷണവും മരുന്നുമൊക്കെ നൽകുന്നുണ്ട്. ഈ പശുവിനെ ഉയർത്താനുള്ള നീക്കങ്ങൾ നടത്താനുള്ള ശ്രമത്തിലുമാണ്. എന്തായാലും ഈ പശുവിനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും കർഷകർക്കുള്ളത്. കേവലം ഒറ്റപ്പെട്ട കർഷകന്റെ മാത്രം അവസ്ഥയല്ല, സംസ്ഥാനത്തെ പശു കർഷകർ നേരിടുന്ന അങ്ങേയറ്റം ഭീതിജനകമായ ഒരു അവസ്ഥയുടെ പ്രതീകം കൂടിയാണ് ഈ തൊഴുത്ത്. എന്തായാലും സംസ്ഥാനത്തെ ക്ഷീരകർഷകർ നേരിടുന്ന അസാധാരണ പ്രതിസന്ധിയാണ്. ചൂട് പല മേഖലകളെയും ബാധിച്ചിട്ടുണ്ടെങ്കിലും ക്ഷീരകർഷകരാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത്. സർക്കാർ തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 3 മാസത്തിനിടെ 467 പശുക്കളാണ് സൂര്യാഘാതമേറ്റ് ചത്തത് എന്നത് സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു. പക്ഷേ ഈ കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് സർക്കാരിൻ്റെ ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ അത് പാലിക്കപ്പെടാൻ കഴിയുന്നില്ല. അതിന് വലിയ നൂലാമാലകളുണ്ട് എന്നതാണ് കർഷകരടക്കം മുന്നോട്ട് വയ്ക്കുന്ന സാഹചര്യം.